നമസ്തേ. നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആളുകൾ എല്ലാ കാലങ്ങളിലും ആത്മീയതയിലേക്ക് ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് കാണാം. വളരെ പണ്ട് കാലത്ത് മനുഷ്യനുണ്ടായിരുന്ന ഒരേ ഒരു പിടിവള്ളി എന്ന് പറയുന്നത് ഈ ഒരു ആത്മീയതയായിരുന്നു. ആദിമകാലങ്ങളിൽ മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉരുവായി തീരുകയോ ചെയ്ത സമയത്ത് മുതൽ മനുഷ്യൻ അന്വേഷിക്കുന്നുണ്ട് ആരാണ് ആത്യന്തികമായിട്ടുള്ള ഒരു ശക്തി എന്നുള്ളത്. ഈ അന്വേഷണം പല കൾച്ചറുകളിൽ നിന്ന് പല വ്യക്തിത്വങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് പല കൈവഴികൾ ഉണ്ടായി. പല നദികൾ പോലെ ഒരേ സാഗരത്തിലേക്ക് ലയിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ലോകം മാറുകയാണ്. ഒരാൾ ട്രൂലി റിലീജിയസ് ആണെങ്കിൽ ഒരു പുഴ ഒഴുകി സാഗരത്തിൽ ചേരുന്നത് പോലെ അയാൾ ആത്മീയതയുടെ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള അനന്തമായിട്ടുള്ള ഈ ഒരു ലോകത്തേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. പക്ഷെ പല സമയങ്ങളിലും മനുഷ്യന്റെ ഈഗോയുടെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യന്റെ പല സമയങ്ങളിലും പരാജയപ്പെട്ടു പോകുന്ന ലോജിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ പല മതത്തിലേക്കും തള്ളിക്കയറ്റിയത് കൊണ്ട് ഈ മതം വർഗീയതയുടെയും വെറുപ്പിന്റെയും ആക്രമണത്തിന്റെയും ഒക്കെ പാതയിലേക്ക് വഴിമാറുകയാണ്. ഞാനിവിടെ മതങ്ങളെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ ഒപ്പോസ് ചെയ്തോ ഒന്നുമല്ല സംസാരിക്കുന്നത്. ആത്മീയത എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ പാതയിലേക്ക് ലോകം സഞ്ചരിക്കുന്നുണ്ടോ എന്നത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ അവന് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ മൂല്യം നിശ്ചയിക്കുന്നതാകട്ടെ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഈ ലോകം അത്രയും ഇങ്ങനെ സഞ്ചരിച്ചു വന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ ആധുനിക യുഗം എന്ന് നമ്മളെ തന്നെ വിളിക്കുകയാണ്. എന്നാൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്ക് വെറും പഴഞ്ചനുമായിരിക്കും. നമ്മൾ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നുള്ള എവിഡൻസ് പോലും ഒരുപക്ഷെ നമുക്ക് ഭൂമിയിൽ കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം അവശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പൊ ആ സമയത്താണ് നമ്മൾ ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തെത്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റത്തല്ല, നമ്മൾ ആരംഭ ദശയിൽ മാത്രമാണ് എത്തിയത്. എനിക്ക് എന്തറിയാം അല്ലെങ്കിൽ എന്റെ അറിവ് വളരെ പരിമിതമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നിടത്താണ് മഹാരഥന്മാർ ഉണ്ടാകുന്നത് പോലും പിന്നീടുള്ള അന്വേഷണ ത്വരകളും ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു മേഖലയിൽ മനുഷ്യൻ ആത്യന്തികമായിട്ട് അവനെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭൗതികതയിലൂടെ എത്രമാത്രം മുന്നോട്ട് പോയാലും ഒരു മനുഷ്യായുസിൽ സെൽഫ് ആക്ച്വലൈസേഷനിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പേഴ്സണൽ സെൽഫിലേക്കോ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മച്യൂരിറ്റി പ്രാപിക്കുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ ഒരു വളർച്ച, ഒരു പക്വത പ്രാപിക്കുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. ഈ ഒരു പക്വത എന്ന് പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള പക്വതയായിരിക്കാം. പല ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ വീക്ഷണം മാറുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇക്കാലം അത്രയും നമ്മളെ ഈ ഒരു രീതിയിലെങ്കിലും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടുകൂടി ഈ ഭൂമിയിൽ നിലനിർത്താൻ ഇത്രയും അക്രമങ്ങളും അനീതികളുമുള്ള വിവിധ സ്വഭാവങ്ങളുള്ള മനുഷ്യരെല്ലാവരും ഈ മനുഷ്യരാശിയെ ഇത്രയും മുന്നോട്ട് നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മതങ്ങൾക്കും ആത്മീയതയ്ക്കും മൊറാലിറ്റി, എത്തിക്സ്, മഹാരഥന്മാർ, നന്മ തുടങ്ങിയ ചിന്തകൾക്ക് റോളില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പം നിയമവ്യവസ്ഥയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മനുഷ്യൻ ഇന്ന് ജീവിക്കാം എന്ന് ചില ആളുകൾ വാദിക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ പോലും ഉണ്ടായിരുന്നതിന്റെ ആദ്യ രൂപങ്ങളാണ് ഈ മതങ്ങളും എത്തിക്സും വാല്യൂ സിസ്റ്റവും മൊറാലിറ്റി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കാലം മാറുന്നതിനനുസരിച്ച് ഇവയ്ക്കും പരിണാമം സംഭവിക്കും. ഈ മതങ്ങൾ ഒരുപക്ഷെ പരിണമിച്ച് എല്ലാ നദികളും പല വഴികളിൽ കൂടെ ഒഴുകി കടലിൽ ചേരുന്നത് പോലെ ആത്മീയത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. മനുഷ്യൻ ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും എവല്യൂഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പരിണമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവന്റെ മാനസിക തലങ്ങൾ ഒരു ആത്മീയ ഉണർവിലേക്ക് വന്നുകൂടായികയില്ല എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ഗൂഗിൾ ട്രെൻഡ്സ് അടക്കമുള്ള ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകുന്നത് ആത്മീയതയെ കുറിച്ചിട്ടുള്ള, സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള, ധ്യാനത്തെ കുറിച്ചിട്ടുള്ള, യോഗയെ കുറിച്ചിട്ടുള്ള, ജ്ഞാനോദയത്തെ കുറിച്ചിട്ടുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങൾ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ശാസ്ത്രം പോലും ഇക്കാര്യങ്ങളുടെ പിന്നാലെ പോകാറുണ്ട്. യോഗ ശാസ്ത്രീയമായിട്ട് എഫക്റ്റീവാണ് എന്ന് തെളിയിച്ച കാര്യമാണ്. പല വിധത്തിലുള്ള ധ്യാന രീതികൾ ശാസ്ത്രീയമായിട്ട് മനുഷ്യന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഗുണങ്ങൾ നൽകുന്നു എന്ന് തെളിയിച്ച കാര്യമാണ്. പല ചികിത്സകൾക്ക് പോലും ഈ കാര്യങ്ങൾ തെറാപ്പിസ്റ്റുകൾ ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും പല രീതിയിലുള്ള ചിന്താധാരകൾ പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അതിൽ കുറെയൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പലതിലും കലർപ്പ് വന്നുപോയി. അതുപോലെ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും പ്രാചീന ഭാരതത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ച അത്രയും അറിവുകൾ നമുക്ക് ലഭിച്ചില്ലെങ്കിലും ജ്ഞാനോദയത്തിനെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റുകൾ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇസ്ലാം പരിശോധിച്ചു കഴിഞ്ഞാലും ക്രിസ്ത്യാനിറ്റി പരിശോധിച്ചു കഴിഞ്ഞാലും ഒക്കെ ഒരു മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു ആഹ്വാനം സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും സഹകരണത്തിലൂടെയും വേണം എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും മതങ്ങളിൽ ഒരു മതം മനുഷ്യനെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള, മനുഷ്യൻ സന്നിവേശിപ്പിച്ചിട്ടുള്ള എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം.
സ്പിരിച്വൽ മച്യൂരിറ്റി അഥവാ ആത്മീയതയുടെ ഈ ഒരു ഉണർവിന്റെ കാലത്ത്, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ കാലത്ത് നിങ്ങളിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഒരു കുട്ടിയെ പോലെ വളർച്ച പ്രാപിക്കുകയാണ്. ഈ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് മനുഷ്യനിൽ ഒരുപാട് പ്രത്യേകതകൾ വരാറുണ്ട്. ഈ പ്രത്യേകതകൾ അവന്റെയും അവന്റെ ചുറ്റിനുള്ളവരുടെയും പോസിറ്റിവിറ്റിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളായിരിക്കും. പേഴ്സണൽ ആയിട്ടുള്ള അവന്റെ ഗ്രോത്ത്, സ്പിരിച്വൽ ആയിട്ടുള്ള അവന്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ ശാരീരികവും മാനസികവും ആത്മീയമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ, ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിന്റെ പാതയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ മതപരമായ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് മതത്തിലൂടെയാണ് ആത്മീയതയിലേക്കുള്ള വെളിച്ചം ലഭിച്ചിരിക്കുന്നത്. മതമാണ് അയാളുടെ 1ാം ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ചെറുപ്പകാലം തൊട്ടേ, എസ്പെഷ്യലി സെമിറ്റിക് റിലീജിയൻ ആണെങ്കിലും, ഈ സെമിറ്റിക് റിലീജിയൻസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഹിന്ദുസത്തിലാണെങ്കിൽ പോലും നമ്മൾ ദൈവത്തിനോട് പലതും ചോദിക്കുമ്പോൾ നമുക്ക് നൽകുന്നു. നമ്മൾ ചോദിച്ച് മേടിക്കുകയാണ്, ബലം പിടിച്ച് മേടിക്കുകയാണ്. നമ്മുടെ ഹിതമാണ് നമ്മൾ ബലം പിടിച്ച് മേടിക്കുന്നത്. എനിക്ക് കാറ് വേണം, എനിക്ക് വീട് വേണം, എനിക്ക് മറ്റു കാര്യങ്ങൾ വേണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുകയും, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതിൽ ചിലതൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നു, ചിലർക്ക് ചിലത് സംഭവിക്കുകയുമില്ല. അപ്പൊ ഇത് ലഭിക്കുന്നവൻ വിചാരിക്കുന്നത് ഇവന്റെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷെ അവന്റെ പ്രവൃത്തി ഒരു വശത്തൂടെ നടന്നു പോകുന്നത് അവൻ അറിയുന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല. അവൻ ചിലപ്പോൾ നിരാശനാകാം, അവൻ ചിലപ്പോൾ മതത്തിനെതിരെ സംസാരിച്ചേക്കാം, ഈ ആത്മീയതക്കെതിരെ സംസാരിച്ചേക്കാം. പക്ഷെ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടു കൂട്ടർക്കും സ്പിരിച്വൽ മച്യൂരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതായത് നമ്മൾ കാര്യങ്ങളെ നമ്മളല്ല സംഭവിപ്പിക്കുന്നത് എന്നുള്ളത് ആത്മീയ വളർച്ചയുടെ ആദ്യകാലങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ സൃഷ്ടാവാണ് സംഭവിപ്പിക്കുന്നത്. സൃഷ്ടാവിന്റെ ഹിതമനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ ബലം പിടിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടല്ല, സൃഷ്ടാവിന്റെ ഹിതം നമ്മളിലൂടെ നിറവേറുവാനായിട്ടുള്ള ആ ഒരു അവസ്ഥ തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് പ്രാർത്ഥിച്ച്, ഈ ഒരു കാര്യവും നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് സ്വാഭാവികമായിട്ടും ആത്മീയ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളിലേക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അതായത് കാര്യങ്ങളെ സംഭവിപ്പിക്കുന്നതിന് പകരം സംഭവിക്കുന്നവയെ സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതിയാണ് ആത്മീയത പാതയിലൂടെ നടക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളുടെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ളവരുടെ ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മനസമാധാനം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനെ അത് നശിപ്പിക്കുകയാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അതുവരെ ഉണ്ടായിരുന്ന സമാധാനപരമായിട്ടുള്ള ജീവിതത്തിൽ പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാകുകയാണ് വേറൊരു വ്യക്തിയുടെ ചെറിയൊരു വാക്കിന്റെ പുറത്തു പോലും. അപ്പോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ ചരിക്കുകയും എനിക്ക് നല്ല ഭക്തിയുണ്ട്, ക്ഷമയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ സ്വാധീനപ്രകാരം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കടന്നു വരുന്ന സമയത്ത് അയാൾ ഔട്ട് ബേഴ്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, അയാൾ എടുത്തു ചാടുകയാണെങ്കിൽ, അയാൾക്കത് സഹിഷ്ണുതയോടുകൂടി നേരിടാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അസഹിഷ്ണുത അവിടേക്ക് കടന്നു വരികയാണെങ്കിൽ അയാൾക്ക് സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ശൈശവ ദശയിലാണ് നിങ്ങൾ ഇപ്പോഴും ആത്മീയതയുടെ ലോകത്ത് കിടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരാണ് അവരുടെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത്. ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നത്തിങ് ഡിസ്റ്റർബ്സ് യുവർ ഇന്നർ പീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആത്യന്തികമായിട്ടുള്ള ആന്തരിക സമാധാനത്തിനെ നശിപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിലുള്ള ഭൗതികമായ യാതൊരു കാര്യങ്ങൾക്കും സാധിക്കുകയില്ല. നമ്മുടെ ചുറ്റിനും പല പല വ്യക്തികൾ പല പല കാര്യങ്ങൾ നടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം കാണുന്നു, വിറ്റ്നസ് ചെയ്യുന്നു. നമ്മുടെ പെർസെപ്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മളിൽ ആഘാതം ഉണ്ടാക്കുന്നത്. പല കാര്യങ്ങൾ നടക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഫലങ്ങൾ അവിടെ ഉണ്ടാകും. പ്രോസ് ആൻഡ് കോൺസ് എല്ലാത്തിനും ഉണ്ടാകും. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ബേസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിരൂപണാത്മക ചിന്താരീതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാവുകയും ചെയ്യും. ആത്മീയമായിട്ട് പക്വത പ്രാപിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളുടെയും സണ്ണി സൈഡ് അല്ലെങ്കിൽ പ്രകാശപൂരിതമായിട്ടുള്ള വശങ്ങളിലേക്കായിരിക്കും അവരുടെ ഫോക്കസ് കിടക്കുക. വളരെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് പോസിറ്റിവിറ്റി കണ്ടെത്തുവാനും അതിൽ ഫോക്കസ് ചെയ്ത് കൃതജ്ഞതയോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ അതേസമയം ആത്മീയമായിട്ട് പക്വത പ്രാപിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മനസമാധാനത്തെയും ചിലപ്പം അവരുടെ ജീവിതത്തെയും തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം. കാരണം അവർ സംഭവങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സൈഡിലാണ്, ഡാർക്ക് സൈഡിലാണ് അവരുടെ ഫോക്കസ് ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് പ്രശ്നമുണ്ട്, പരിഹാരമുണ്ട്.
പരിഹാരത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്ന സമയത്താണ് അവിടെ വീണ്ടും നമ്മുടെ എവല്യൂഷൻ തുടരുന്നത്, നമ്മുടെ കർമ്മം തുടരുന്നത്, സൃഷ്ടാവിനോടൊപ്പം നമുക്ക് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുമാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അമിതമായ മത്സര ബുദ്ധിയുള്ളത് സ്പിരിച്വൽ മച്യൂരിറ്റി അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാകാത്ത ആളുകളിലാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. തീർച്ചയായിട്ടും ഈ മത്സര ബുദ്ധി കൂടുന്ന സമയത്ത്, വേറൊരുത്തൻ ഒരു നേട്ടം കൈവരിക്കുന്ന സമയത്ത് അവനെ മനസ്സ് തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, പക്ഷെ അവനെ ഉപദേശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ആളുകളുടെ ഉപദേശം എന്ന് പറയുന്നത് ഞാനെല്ലാം തികഞ്ഞു, ഇനി നീ ഇതിലേക്ക് കയറി വരൂ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് ഒരുവന്റെ വളർച്ച എന്ന് പറയുന്നതിനെ അംഗീകരിക്കാനും അപ്രീഷിയേറ്റ് ചെയ്യാനും സ്പിരിച്വൽ മച്യൂരിറ്റി ഉള്ള ആളുകൾക്ക് സാധിക്കും. ഇതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യം ഒരുവൻ ചെയ്താലും, അവന്റെ ജീവൻ അവൻ ലോകത്തിനു വേണ്ടി സമർപ്പിച്ചാൽ പോലും അത് കാണാനുള്ള കണ്ണുണ്ടാവുകയില്ല. ദേ വിൽ നെവർ മൈൻഡ്. അവർക്കത് മൈൻഡ് ചെയ്യാതെ പോകാനായിട്ട് അറിയുകയും ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആത്മീയമായിട്ട് പക്വത പ്രാപിച്ച, വളർച്ച പ്രാപിച്ച ആളുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ നല്ല ശ്രോതാക്കളായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ ശ്രവിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. എത്ര നേരം വേണമെങ്കിലും മറ്റുള്ളവരെ കേട്ടിരിക്കാനും അത് മനസ്സിലാക്കാനും അവരോട് എംപതറ്റിക് ആയിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട് ഒക്കെ പ്രവർത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർ കൂടുതൽ സമയവും ആളുകളെ കുറിച്ചുള്ള സംസാരത്തിൽ തൽപരർ ആയിരിക്കുകയില്ല. സാധാരണഗതിയിൽ 2-3 പേർ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, സാമൂഹിക കാര്യങ്ങളായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാം, എല്ലാം പറഞ്ഞ് അവസാനം എത്തുന്നത് വ്യക്തികളിലേക്കായിരിക്കും. വ്യക്തികളെ കുറിച്ച് സംസാരിക്കുക, അവരുടെ കുറ്റങ്ങൾ കുറവുകൾ സംസാരിക്കുക, ഇതൊരു തരത്തിലുള്ള ജഡ്ജ്മെന്റ് ആണ്, വിധി നിർണയമാണ്. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ വിധിച്ചു കഴിഞ്ഞാൽ നമ്മളും വിധിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു ഭയം കൊണ്ടല്ല, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആയിട്ടില്ല എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണം. കാരണം നമ്മൾ നമ്മുടെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തിയുടെയും അനുഭവം എങ്ങനെയാണ്, പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ഫ്രം ദെയർ ലെവൽ ഓഫ് പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. അവരുടെ പെർസെപ്ഷന്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള നിലവാരത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ഒരു സ്ഥിതിയിൽ നോക്കിക്കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പെർസെപ്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിധിക്കാനാവുക? കാരണം നമ്മൾ കാണുന്നതൊക്കെയും വീക്ഷണകോണുകളാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇത്തരക്കാർക്ക് അറിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആത്മീയതയിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്പിരിച്വൽ മച്യൂരിറ്റി പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ കുറിച്ചല്ല സംസാരിക്കുന്നത്, അവർ ആശയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ചുറ്റിനും ഒന്ന് നോക്കി നോക്കൂ. ഭൂരിഭാഗം ആളുകളും വ്യഗ്രതപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാമായിട്ടിരുന്നു കൊണ്ട് ഇതൊക്കെ നിരീക്ഷിക്കാനും അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ ഇതിനെയൊക്കെ ഉൾക്കൊള്ളാനും സാധിക്കുക എന്നുള്ളത് സ്പിരിച്വൽ മച്യൂരിറ്റിയുടെ മറ്റൊരു ലക്ഷണമാണ്. ശാന്തത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഇവരുടെ അടുത്തേക്ക് ആളുകൾ വരാനും അവരുടെ അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ ഇവരുടെ സാമീപ്യം ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ആ ഒരു കാംനെസ് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആത്മീയതയിൽ മച്യൂരിറ്റി പ്രാപിച്ചിട്ടുള്ള ആളുകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവരുടെ സാമീപ്യം അല്ലെങ്കിൽ ഇവരുടെ പ്രസൻസ് വേറൊരാൾക്കൊരു ബേർഡൻ ആയിരിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർ മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്നില്ല, മറ്റുള്ളവരുമായിട്ട് മത്സരമില്ല. പല സമയത്തും സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റപ്പെടുന്ന ഫീലിങ്സ് ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവർ വളരെ പൊടുന്നനെ തന്നെ മനസ്സിലാക്കുകയാണ്, ഇവർ ഒറ്റപ്പെടുകയല്ല, അവർ കൂടുതൽ കണക്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചവുമായിട്ടും പ്രകൃതിയുമായിട്ടും കണക്റ്റഡ് ആകുന്നു. മറ്റുള്ളവരിൽ നിന്നുള്ള കണക്ഷൻ കുറയുന്നുണ്ടെങ്കിലും ഉള്ളിലേക്കുള്ള കണക്ഷൻ കൂടുന്നു, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രപഞ്ചവും പ്രകൃതിയുമായിട്ട് എത്ര അടുത്താണ് ഞാൻ എന്ന് പറയുന്ന സെൽഫ് നിൽക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയും ഇവർ ഹയർ സെൽഫിലേക്ക് സഞ്ചരിക്കുകയും ഉന്നതങ്ങളിലേക്ക്, അസെൻഷ്യലിലേക്ക് യാത്ര തുടരുകയും ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വറി ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ ദുഃഖിക്കുക എന്നുള്ള അവസ്ഥ ഇവർ പതിയെ പതിയെ മറന്നു പോവുകയാണ്. കാരണം ഇവരൊരു പ്ലഷറിലാണ് ജീവിക്കുന്നത്, ഒരു സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ആവശ്യമില്ലാതെ എന്തിനാണ് വ്യഗ്രതപ്പെടുന്നത് എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭൂതകാലത്തിലെ ഭയത്താലോ ഭാവിയിലെ ആകുലതയാലോ നിയന്ത്രിക്കപ്പെടാതെ ഓരോ നിമിഷത്തെയും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള ആളുകളാണ് ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത. ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുന്ന വ്യക്തികൾ, ഇവരെ സംബന്ധിച്ച് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളോ പ്ലാനുകളോ ഉണ്ടായിരിക്കുകയില്ല ജീവിതത്തിലായാലും ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും. കാരണം ഇവരെ സംബന്ധിച്ച് ഓരോ നിമിഷവും ഒരു പൂ വിരിയുന്നത് പോലെ നമ്മളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് അൺഫോൾഡ് ചെയ്തു തരുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. കാരണം ഓൾറെഡി യൂണിവേഴ്സിന്റെ ഫ്രീക്വൻസിയിലേക്ക് അവർ ഒരു പരിധിവരെ ട്യൂണിൻ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇതിലേക്ക് പോകുവാനുള്ള ആ ഒരു ആത്മാവിന്റെ ത്വര ആ ഒരു വ്യക്തിയെ നയിക്കുകയാണ് മുന്നോട്ട്. സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് വരുന്നവരോട് മറ്റുള്ളവർ കോപപ്പെടുമ്പോൾ, അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ വളരെ ശാന്തമായിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. അതിനോട് ഓവർ റിയാക്ട് ചെയ്യുകയില്ല.
അതിനോട് റിയാക്ട് ചെയ്യേണ്ട പരിമിതമായിട്ടുള്ള രീതിയിൽ മാത്രം റിയാക്ട് ചെയ്തതിന് ശേഷം അതിവർ ഉള്ളിലേക്ക് എടുക്കുന്നതുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ദേഷ്യപ്പെട്ടുള്ള സംസാരവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു ഫിൽട്ടർ സിസ്റ്റം അവരുടെ ഓറയിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഓറ ശക്തമാകുന്നതിനനുസരിച്ച് ഇത് സാധ്യമായിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു മനുഷ്യന്റെ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നാൽ തന്നെയും പക്ഷികൾ തലയുടെ മുകളിലൂടെ പറന്നുപോയാലും കൂട് കൂട്ടുകയില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഒരുപാട് ആളുകൾ കലഹപ്രിയരാണ്. ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കലഹം എന്ന് പറയുന്നത് ഇവർക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. ഒരു കലഹത്തിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിൽ വളരെ പ്രാവീണ്യമുള്ള ആളുകളായിരിക്കും സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായിട്ടുള്ള ആളുകൾ. ഇവരൊരിക്കലും ഇവരുടെ മതത്തിന് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ഒരുപാട് ഒച്ച വെച്ച് ഇത് വേറൊരുത്തിന്റെ തലയിലേക്ക് കയറ്റി വെക്കാനുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അസഹിഷ്ണുതപ്പെടുത്തുന്ന ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള മതപ്രഘോഷണങ്ങൾ ഇത്തരം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇവർ മതത്തിനപ്പുറം വളർന്നവരാണ്. മതം എന്ന് പറയുന്നത് ഒരു വഴി മാത്രമാണെന്നും ഇതിനപ്പുറത്താണ് ആത്മീയതയുടെ ലോകം കിടക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയവരാണ് ഇവർ. തീർച്ചയായിട്ടും ഇവർ ശാസ്ത്രത്തിനുമെതിരല്ല. ശാസ്ത്രത്തിന്റെ പിന്തുണയോടുകൂടിയുള്ള എല്ലാ കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടും പുതിയ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് അവരുടെ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച് നല്ലൊരു ഉൾബോധം ഇവർക്കുണ്ടാവുകയും ചെയ്യും. ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും എനിക്കിത് കണ്ടെത്തണം എന്നുള്ള ഒരു ത്വര ഇത് കണ്ടെത്തുന്നതിലേക്ക് ഇവരെ കാലാന്തരത്തിൽ എത്തിക്കുകയും ചെയ്യും. ദർ ഈസ് എ ടൈം ഫോർ എവരിത്തിങ് എന്നുള്ളത് ഇവരെ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ തെളിഞ്ഞു വരികയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിച്ച ആളുകളുടെ മറ്റൊരു ലക്ഷണമാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അറിവാണ്. ഇവർക്ക് യാതൊരു രീതിയിലും പുറത്തു നിന്നുള്ള ആളുകളുടെ അപ്രൂവൽ ആവശ്യമില്ല എന്നതും കൂടി മനസ്സിലാക്കുക. ഇവർ ഇവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവർക്ക് ജീവിതത്തെയോ മരണത്തിനെയോ ഭയമില്ല എന്നതും കൂടി മനസ്സിലാക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിച്ചാലും ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതും ഇതിനെയെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി കിട്ടിയതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിച്ച ആളുകൾ ക്ലെയിം ചെയ്യുകയില്ല, എനിക്ക് ജ്ഞാനോദയം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച പ്രാപിച്ച ആളാണ്, ഞാൻ നിങ്ങളെക്കാളും മുന്നിലാണ് മുകളിലാണ് എന്നൊന്നും ക്ലെയിം ചെയ്യുകയില്ല. ആരെങ്കിലും നിങ്ങൾക്ക് ഇന്ന പ്രത്യേകതകൾ ഉണ്ടല്ലോ എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ വിനയത്തോടുകൂടി അത് ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് ഇവർ ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. കാരണം ഇവർക്കറിയാം നാം എല്ലാം തികഞ്ഞവരല്ല. എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ ക്രിയേറ്ററുമായിട്ട് ലയിക്കുകയാണ്, എൻലൈറ്റൻമെന്റിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നുള്ളത് ഇവർക്കറിയാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ശിശു എക്സ്പ്ലോർ ചെയ്യുന്നത് പോലെ ഇവരുടെ ക്യൂരിയോസിറ്റിക്ക് ഒരിക്കലും അന്ത്യമില്ല. ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി പ്രപഞ്ചത്തിനെയും ഈ ഒരു പ്രകൃതിയെയും അതുപോലെ തന്നെ ആത്മീയ ലോകത്തെയും മറ്റ് തലങ്ങളെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇവരുടെ വണ്ടർഫുൾ ആയിട്ടുള്ള ആ ഒരു ജേർണി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ നിർത്തുകയാണ്. നമസ്തേ.